മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തന്റെ കയ്യിൽ കോൾ ഡാറ്റ ഉണ്ടെന്നാണ് എബ്രഹാം പറയുന്നത്. ഫോൺ ചോർത്താൻ ആരാണ് എബ്രഹാമിന് അധികാരം കൊടുത്തതെന്നും എബ്രഹാം രാജിവെച്ച് പോകണമെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അദ്ദേഹം ഫോൺ ചോർത്തിയതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. രസകരമായ കാര്യം, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ 10,000 സെക്കൻഡിന്റെ കോൾ ഡേറ്റ ഉണ്ടെന്ന്. വേറെ വല്ല പാവങ്ങളുടെ വിളിച്ചേക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ അവർ വിളിച്ച കോളിന്റെ 10,000 സെക്കൻഡ് കോൾ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇയാൾക്ക് ഫോൺ ചോർത്താൻ ആരാ അധികാരം കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഫോൺ ചോർത്താൻ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ആരാ അധികാരം കൊടുത്തത്? ഫോൺ ചോർത്തലിനെതിരായി നിയമം ഉണ്ടാക്കണം എന്ന് പറയുന്ന പാർട്ടിയാണ് CPM. എന്നിട്ട് അയാളെ ആ സ്ഥാനത്ത് ഇരുത്തിയേക്കാം. ഒരാൾ ജയിലിൽ പോയി, ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി, രണ്ടാമത്തെ ആൾ ജയിലിലേക്കുള്ള വഴിയിലാണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം വരുന്നല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ പിടിയിലാണെന്ന് ഞങ്ങൾ എത്രയോ മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ഇതേ ഓഫീസിൽ നിന്ന് ഒരാൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുമ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥ കർണൻ എന്നാണ് വിളിക്കുന്നത്. അത് വേറെ ആളല്ലേ, ഞാൻ പറയുന്നില്ല. ഞാൻ അതിനെ കുറിച്ച് കമന്റ് പറയില്ല. അതിനെ കുറിച്ചൊന്നും കമന്റ് പറയാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി, അടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയിൽ പറഞ്ഞിരിക്കുന്നു എല്ലാ പ്രിലിമിനറി എവിഡൻസും ഉണ്ട്, ഇത് വിജിലൻസ് അന്വേഷിക്കാതെ രക്ഷപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വിജിലൻസ്. എന്നിട്ട് അയാൾക്ക് അദ്ദേഹത്തിനൊന്ന് രാജിവെച്ച് പോകാൻ പാടില്ല. ഏറ്റവും മിനിമം അദ്ദേഹം രാജിവെച്ച് പോകുമ്പോൾ എത്ര ലക്ഷം രൂപ ശമ്പളം കൊടുത്തിരിക്കണം? ചീഫ് സെക്രട്ടറിയുടെ ഇരട്ടി ശമ്പളം ഒരാൾക്ക് കൊടുത്തിട്ട് ഇരുത്തിയേക്കുള്ള സ്ഥാനത്ത്. മുഖ്യമന്ത്രിക്ക് ഈ 10,000 സെക്കൻഡ് വേറെ ആളുകളുടെ ഫോൺ ചോർത്തിയെടുത്ത ആളെ മുഖ്യമന്ത്രി അയാളെ സംരക്ഷിക്കുന്നത്. അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് ഈ ഫോൺ ചോർത്തൽ നടത്തിയത്. ഒരാൾ എഴുതിയേക്കുക, സ്വന്തം സ്റ്റാഫ്, എന്റെ സ്റ്റാഫ് എനിക്ക് എഴുതുക, ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും കോൾ വല്ലവരുടെ ഫോൺ ചോർത്തിയതിന്റെ റെക്കോർഡുണ്ടെന്ന്. നാണക്കേടാണ് കേരളത്തിൽ, നാണക്കേട്. ഇത്രയും പറയാം.